നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പടക്കളം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കാസർഗോഡിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വോട്ടർമാർക്ക് വ്യക്തമായ ധാരണയായ ഒരു സാഹചര്യം. സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിച്ച് വളരെ സജീവമായി മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ തന്നെ ഇതിനോടകം തന്നെ ദിവസങ്ങൾ കൊണ്ട് തന്നെ സജീവമായ കാഴ്ചയിലൂടെയാണ് പടക്കളം എത്തുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പടക്കളവും ഏറെ സജീവമാകുന്നു. കാഞ്ഞങ്ങാട് നിന്ന് പടക്കളം നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ വളരെ വലിയ ഒരു സാന്നിധ്യമാണ് ഈ കാഞ്ഞങ്ങാട് പൗരാവലിയുടെ ഭാഗത്തു നിന്നുമുള്ളത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എങ്ങനെ കാസർഗോഡ് ഏറ്റെടുക്കുന്നു, ഈ മണ്ഡലം എങ്ങനെയൊക്കെയാണ് നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നറിയാം. അവരിലേക്ക് പോകാം. പടക്കളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ പടക്കളത്തിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ VPP മുസ്തഫ CPIM, ശ്രീ ബഷീർ വെള്ളിക്കോത്ത് മുസ്ലിം ലീഗ്, ശ്രീ മനുലാൽ മേലത്ത് BJP. ഇവിടെ ശ്രീ VPP മുസ്തഫ, കാസർഗോഡിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള വലിയ ചരിത്രവും പാരമ്പര്യവുമുള്ള ഈ ലോക്സഭാ സീറ്റ് ഇന്നിപ്പോൾ UDFൻ്റെ കയ്യിലാണ്. UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇത് ഇടതുപക്ഷത്തേക്ക് മടങ്ങി വരും എന്ന് ന്യായമായും താങ്കൾ വിശ്വസിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ വിശ്വസിക്കാൻ എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു? അതിനെന്താണ് കാരണം? എന്താണ് അനുകൂല ഘടകങ്ങൾ? 3.5 പതിറ്റാണ്ടിലേറെ കാലം തുടർച്ചയായി ഇടതുപക്ഷം ജയിച്ചു വന്ന മണ്ഡലമാണ് കാസർഗോഡ്. 2019 കേരളത്തിലാകെയുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് കാസർഗോട്ടും ഇടതുപക്ഷത്തിന് കൈവിട്ടു പോയിട്ടുള്ളത്. പക്ഷേ അതൊരു സ്ഥിരമായ രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല. കേരളത്തിലുമായിരുന്നില്ല, കാസർഗോട്ടുമായിരുന്നില്ല. 2019 ശേഷം 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നു. ഇടതുപക്ഷം വലിയ മുന്നേറ്റമാണ് കേരളത്തിലാകെ നടത്തിയത്, കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലും. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു. ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം കേരളത്തിൽ സാധ്യമായി. അപ്പോൾ 2019 ശേഷം കേരളത്തിൽ നടന്ന 2 പൊതു തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷമാണ് മുന്നിൽ നിൽക്കുന്നത്. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇന്നിപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടിൻ്റെ വ്യത്യാസമാണ് 2019 ശേഷമുള്ള ഈ 2 തെരഞ്ഞെടുപ്പുകളിലും. 2020 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉള്ളത്. ആ ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും 2019 കൈത്തെറ്റ് തിരുത്തി പഴയ പാരമ്പര്യവും ഊർജ്ജവും വീണ്ടെടുത്ത് ഇടതുപക്ഷം കേരളത്തിലാകെ മുന്നേറും, കാസർഗോട്ടും ആ നിലയിലുള്ള വലിയ തിരിച്ചുവരവ് നടത്തും. ശ്രീ ബഷീർ, ഇപ്പോൾ കണക്കുകൾ അതുപോലെ തന്നെ ഈ മണ്ണിൻ്റെ രാഷ്ട്രീയ സ്വഭാവം ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 2019 നിങ്ങൾക്ക് കിട്ടിയത് ഒരു വീണ് കിട്ടിയ അവസരമാണ്. ആ അവസരത്തിൻ്റെ രാഷ്ട്രീയ അനുകൂല ഘടകങ്ങൾ ഇന്നില്ല എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കരുതുന്നത് പോലെ UDFനൊപ്പം കാസർഗോഡ് നിൽക്കില്ല. അതാണ് VPP മുസ്തഫ ആമുഖമായി പറഞ്ഞു വെച്ചത്. കാസർഗോഡിന് അങ്ങനെ ഒരു സ്ഥിരമായ ഒരു പാരമ്പര്യം ഇല്ല. AKG ജവഹർലാൽ നെഹ്റുവിനെ മത്സരിക്കാൻ വേണ്ടി വെല്ലുവിളിച്ച കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നാണ് മീശ മുളക്കാത്ത കടന്നപ്പള്ളി രാമചന്ദ്രൻ EK നായനാരെ തോൽപ്പിച്ചത് 1970. 77 വീണ്ടും ആവർത്തിച്ചു. 84 ഇന്ത്യയിലെ തന്നെ CITUവിൻ്റെ മുടിചൂടാമന്നനായ നേതാവ് E ബാലാനന്ദൻ, അദ്ദേഹത്തെയാണ് ഇവിടെ ആർക്കും അറിയാത്ത കന്നഡ ബെൽറ്റിൽ നിന്ന് വന്ന ഐരാമറായി മലർത്തിയടിച്ചത്. അതിനുശേഷമാണ് 2019 ഉണ്ടായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയം. ഞാനതാ പറയുന്നത്, എത്ര വർഷങ്ങൾ നിങ്ങൾ ഭരിച്ചാലും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നതിൻ്റെ സൂചനകളാണ് ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഐക്യജനാധിപത്യം ഇവിടെ കാണിച്ചു തന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ടിംഗ് പാറ്റേൺ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നോക്കുന്നത് രാജ്യം ഭരിക്കാൻ ആർക്ക് സാധിക്കും, രാജ്യത്താകെ വേരുകളുള്ള പ്രസ്ഥാനം ഏതാണ്, ഇന്ത്യയിൽ നിന്ന് മൊത്തം സംസ്ഥാനങ്ങളിൽ നിന്ന് MP മാരെ കൊണ്ടുവരാൻ കഴിയുന്നത് ആർക്കാണ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി സംഘപരിവാരത്തോട് മല്ലടിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? അത് കോൺഗ്രസ് ആണ്. CPM അല്ല. CPM ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് ഇന്നും ജനങ്ങളോട് വോട്ടർമാരോട് മുസ്ലിം ലീഗ് അടക്കമുള്ള UDF പറയുന്നത് രാജ്യത്ത് ഇന്ന് BJPയെ ഒറ്റക്കക്ഷി എന്നൊക്കെയുള്ള വാചകം വന്നതുകൊണ്ടാണ്. ഒറ്റക്കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന് ആ പഴയ പ്രതാപത്തോടെ BJP പ്രതിരോധിക്കാൻ കഴിയുമെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഒറ്റക്കക്ഷി ഇന്നത്തെ ഇന്ത്യ മുന്നണിക്കകത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ കെൽപ്പുള്ള കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
BJPയേക്കാൾ വലിയ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ BJP ഏതൊരു ഗവൺമെൻറ് RSSകാരനായ ഒരു പ്രസിഡന്റ് ഇരിക്കുമ്പോൾ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് പരമാവധി കോൺഗ്രസ് ജയിച്ചു വരണം, BJP തോൽക്കണമെങ്കിൽ എന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ വോട്ടർമാർക്ക്, അരിയാഹാരം കഴിക്കുന്ന വോട്ടർമാർക്ക് വലിയ പ്രയാസത്തിൻ്റെ ആവശ്യമില്ല. മനുലാൽ, ഏറ്റവും അധികം വിമർശനം രാഷ്ട്രീയമായി മോദി സർക്കാർ നേരിടുന്ന മണ്ണാണ് കേരളത്തിൻ്റേത്. ഒരു ജനാധിപത്യ മതനിരപേക്ഷ മതേതര രാഷ്ട്രത്തെ മതരാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകുന്ന മോദി സർക്കാർ, സംഘ് പരിവാർ, BJP ഇതിനോട് കൃത്യമായി അകന്നു നിൽക്കുന്ന കേരളത്തിൻ്റെ മണ്ണുകൂടിയാണ് കാസർഗോഡ്. ആ അകൽച്ചയും വിയോജിപ്പും പ്രതിഷേധവും കാസർഗോഡും നിങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ വന്നാൽ നിങ്ങളുടെ വോട്ട് കൂടുമോ? നിങ്ങൾക്ക് കുറേ കൂടി ജനങ്ങളെ കൂടെ നിർത്താൻ കഴിയുമോ? അതോ നിങ്ങൾ പിന്നിലേക്ക് പോകുമോ? കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്, പൊതുവെ രാഷ്ട്രീയം വളരെ വിശദമായി പഠിക്കുന്ന ജനവിഭാഗം എന്നുള്ള രീതിയിൽ ഈ രാജ്യം ഈ തെരഞ്ഞെടുപ്പിൽ 2024 ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് ആരാണ് എന്ന കാര്യത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അത് എത്ര സീറ്റ് നേടിയാണ് നരേന്ദ്രമോദിക്ക് അധികാരമേൽക്കാൻ സാധിക്കുക എന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കാസർഗോഡിലെ ജനങ്ങൾ ഈ രാജ്യം ഭരിക്കാൻ എന്തുകൊണ്ടും പ്രാപ്തൻ, ശശി തരൂർ പറഞ്ഞ പോലെ 2024 തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയാവാൻ ആരാണ് പ്രാപ്തൻ എന്ന് ചോദിച്ചപ്പോൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പോലെ കാസർഗോഡിലെ ജനങ്ങളും മനസ്സിലാക്കുന്നു, നരേന്ദ്രമോദിയാണ് ഈ രാജ്യത്തെ സുശക്തമായി നയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ സാധിക്കുന്ന, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വരെ വികസനം എത്തിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ വികസനങ്ങളും ജനക്ഷേമ പദ്ധതികളും നേരിട്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹരായവർ കൈകളിലേക്ക് എത്തിക്കാൻ സാധിച്ച ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ BJPക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്ത് കാസർഗോഡ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ശരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാഞ്ഞങ്ങാടിൻ്റെ ശബ്ദം കൂടിയാണ് നമ്മൾ കേൾക്കേണ്ടത്. അത് കാസർഗോഡിൻ്റെ ശബ്ദമാണ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ശബ്ദമാണ്. നിങ്ങളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ട് നമുക്ക് ഈ വക്താക്കളിലേക്ക്, മുന്നണി വക്താക്കളിലേക്ക് പോകാം. മാന്യ സുഹൃത്ത് VP മുസ്തഫ LDF മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ സ്റ്റാഫായിരുന്നു. അവിടുന്ന് രാജിവെച്ച് കാസർഗോഡേക്ക് വന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം പരാജയം ഉറപ്പിച്ചത് കൊണ്ടാണ് വന്യവയോധനയായ ബാലകൃഷ്ണൻ മാഷെ ബലിയാടാക്കിക്കൊണ്ട് അദ്ദേഹം പിന്മാറിയത് എന്നുള്ളതാണ് എനിക്ക്. ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഞാൻ ഈ നാട്ടിലേക്ക് വന്നയാളാണ്, ഞാൻ കേട്ടിട്ടില്ല. മുഹമ്മദ് ബഷീറൊക്കെ പ്രായം തീരെ കുറഞ്ഞ ആളുകളാണ് ബാലകൃഷ്ണൻ മാഷുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഞാനിവിടത്തേക്ക് വന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ്, മത്സരിക്കാനല്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, CPIMന്റെ പ്രവർത്തനം നടത്താനാണ് ഇവിടെ വന്നിട്ടുള്ളത്. മത്സരിക്കാൻ ആണ് എന്ന് എൻ്റെ പാർട്ടിയും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. ഒറ്റ ചോദ്യം ഇത് തന്നെയാണോ? അല്ല അദ്ദേഹത്തെ മത്സരിപ്പിച്ച് അടങ്ങുന്നതാണോ? അപ്പോൾ CPMന് കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറയുന്ന CPM കേരളത്തിന് പുറത്ത് ആർക്ക് വോട്ട് ചെയ്യും, ആരോടൊപ്പമാണ്? ശരി, ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള അജണ്ട ഇന്ത്യയിലെ BJP ഭരണം അവസാനിപ്പിക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് BJP അധികാരത്തിൽ വന്നത് 1998 വാജ്പേയി പ്രധാനമന്ത്രിയായിട്ട്. ആ ഭരണം അവസാനിച്ചത് 2004 2004 പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. കോൺഗ്രസിനും കിട്ടിയില്ല, BJPക്കും കിട്ടിയില്ല. കരിമൂർഗൻ വരാതിരിക്കാൻ തൽക്കാലം ചേരയെ കൂട്ടാം. കോൺഗ്രസിന് വിഷയമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷേ മറ്റേത് കരിമൂർഗനാണ് BJP. അവിടെ തൽക്കാലം ചേരയെ കൂട്ടാം. ഈ നിലപാടെടുത്തത് അന്ന് ഇന്ത്യൻ പാർലമെന്റിൽ 61 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷമാണ്. അത് സാധിച്ചത് എങ്ങനെയാ? ഈ കേരളത്തിൽ നിന്ന് അന്ന് 20ൽ 19 സീറ്റിലും ഇടതുപക്ഷം ജയിച്ചു. കേരളം അങ്ങനെ ഇടതുപക്ഷത്തെ മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോഴാണ് BJPയുടെ ആദ്യ ഭരണത്തിന് ഇന്ത്യയിൽ അന്ത്യം കുറിക്കാൻ കഴിഞ്ഞത്. അത് തന്നെയാണ് 2024 സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസിനെ ഉൾപ്പെടെ ഒരു മൂക്ക് കയറിട്ട് നടത്തണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വേണം. അങ്ങനെയാണ് ഒന്നാം UPA ഗവൺമെന്റ് ഏറ്റവും മെച്ചപ്പെട്ട ഭരണമായിട്ട് കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ തന്നെ വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗിന് ആദ്യമായിട്ട് കേന്ദ്രമന്ത്രി സ്ഥാനവും കിട്ടാനിടയായിട്ടുള്ളത് ഇടതുപക്ഷം പിന്തുണ നൽകിയ അങ്ങനെ ഒരു UPA ഗവൺമെന്റ് ഈ രാജ്യത്ത് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് രാജ്യത്ത് ഈ മോഡി ഭരണത്തിന് അന്ത്യം കുറിക്കണമെങ്കിൽ 2004
കേരളത്തിലെ മഹാഭൂരിപക്ഷം സീറ്റുകളിൽ നിന്ന് ഇടതുപക്ഷം ജയിക്കണം. കോൺഗ്രസിന് ശരി, കൂടുതൽ ശരി. സീറ്റ് കിട്ടിയിട്ടല്ല ഓക്കെ. വാജ്പേയി ഭരണം അവസാനിച്ചത് കേരളത്തിൽ നിന്ന്. ഇടതുപക്ഷത്തിന് സീറ്റ് കിട്ടിയപ്പോഴാണ് വാജ്പേയി ഭരണത്തിന് ശരി, അന്ത്യം കുറിക്കാൻ ഇപ്പോൾ കഴിഞ്ഞത്. ബഷീർ VP മുസ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് 18 10 അല്ലെങ്കിൽ 19 UDFകാർ ജയിച്ചൊന്നും പോകേണ്ട ഒരു BJP വിരുദ്ധ സർക്കാർ കേന്ദ്രത്തിലുണ്ടാകാൻ 2004 ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോൾ കേരളത്തിൽ നിന്ന് MP മാർ തന്നെ ഇല്ലാത്ത അവസ്ഥ. അന്ന് 19 ഇടതുപക്ഷത്തായിരുന്നു. പക്ഷേ രാജ്യത്തൊരു BJP ഇതര സർക്കാർ വന്നു. 2024 ഇവിടുന്ന് UDF ജയിച്ച് ഇവിടുന്ന് UDF പോകാതെ ഇടതുപക്ഷം പോയാലും രാജ്യത്ത് അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഉണ്ടാവും. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് UDF ജയിച്ചാലേ കേന്ദ്രത്തിലൊരു BJP വിരുദ്ധ സർക്കാർ എന്ന് പറയുന്ന നിങ്ങളുടെ വാദം നിലനിൽക്കാത്തതാകുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്നിട്ട് 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർന്നതിന് ശേഷം തകർത്തതാണ്. തകർത്തതിന് ശേഷം തകർന്നതാണ് താങ്കൾ പറഞ്ഞത്. തകർത്തതിന് ശേഷം തകർത്തതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത പാർട്ടിയാണ് ലീഗ്. അതുകൊണ്ട് വാക്ക് പിശകലൊന്നും പിടിക്കണ്ട. തകർത്തതാണ് എന്ന് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ല, ശിലാന്യാസം നടന്നത് തർക്കഭൂമിയിലല്ല എന്ന് വലിയ ബാനർ ഹെഡിങ്ങിൽ എഴുതിയത് ചന്ദ്രികയാണ്. ശിലാന്യാസം നടന്നത് തർക്കഭൂമിയിലല്ല എന്ന് പറഞ്ഞത് അന്ന് ആ തർക്കഭൂമിക്ക് പുറത്ത് തന്നെയാണ് ശിലാന്യാസം നടന്നത്. പക്ഷേ ഒരു മിനിറ്റ് ബാബരി മസ്ജിദിന്റെ ഭൂമി മുസ്തഫ രാജീവ് ഗാന്ധി ബഷീർ ഇവിടെ അന്ന് ബാബരി മസ്ജിദ് രാമജന്മഭൂമി എന്ന് പറയുന്ന ഭൂമി 5 ഏക്കർ 47 സെന്റ് സ്ഥലത്തിൽ 2 ഏക്കർ 74 സെന്റ് സ്ഥലമാണ് ബാബരി മസ്ജിദുമായി വിവാദമുണ്ടായിരുന്ന ഭൂമി. ആ 2 ഏക്കർ 74 സെന്റിന് പുറത്താണ് അന്ന് ശിലാന്യാസം നടന്നത്. അതുകൊണ്ടാണ് തർക്കഭൂമിയിലല്ല എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് 93 ലീഗ് പറഞ്ഞു BJPയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാനുള്ള ശക്തി ഇന്ത്യയിലെ മറ്റു പാർട്ടികൾക്കില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ചേരയായിരിക്കാം. ആ ചേരയെ കൂടി ചേർത്തുകൊണ്ട് BJP ആകുന്ന രാജവെമ്പാലയെ നമുക്കില്ലാതാക്കണം എന്ന് ലീഗ് പറഞ്ഞപ്പോൾ കേൾക്കാതെ പോയവർക്ക് 2004 അത് കേൾക്കേണ്ടി വന്നു. എന്നിടത്താണ് CPMന്റെ പരാജയവും ലീഗിന്റെ വിജയവും. തീർന്നില്ല. ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ ഇത് മതേതരത്വത്തിന്റെ ചങ്കിലേറ്റ കുത്താണ് എന്ന് പറഞ്ഞത് അന്നത്തെ CPMന്റെ പ്രമുഖനായ നേതാവ് സഖാവ് VS അച്യുതാനന്ദനാണ് എന്ന് മുസ്തഫ മറക്കാതിരിക്കണം. ഇനി ഒരു കാര്യം കൂടി കഴിഞ്ഞ MP ശ്രീ P കരുണാകരൻ്റെ സമയത്ത് കാസർഗോഡ് ജില്ലയിലെ കരിന്തളത്ത് വെച്ചിട്ട് ഒരു വലിയൊരു പ്രോജക്റ്റ്, ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു പ്രോജക്റ്റ്, യോഗ ആൻഡ് നാച്ചുറോപ്പതി റിസർച്ച് സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള തറക്കല്ല് കേന്ദ്രമന്ത്രി വന്ന് ഇടുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും ഈ 5 വർഷ കാലഘട്ടം കഴിഞ്ഞിട്ടും ആ തറക്കല്ലിട്ടെടുത്ത് കാക്ക വന്നിരിക്കുന്നു എന്നല്ലാണ്ട് ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ MP സാധിച്ചിട്ടില്ല. മഞ്ചേശ്വരം മുതൽ കല്യാശ്ശേരി വരെ നീണ്ടു നിൽക്കുന്ന ഈ മണ്ഡലത്തിനകത്ത് ഒരു 100 യുവാക്കൾക്ക് പോട്ടെ, ഒരു 10 യുവാക്കൾക്കെങ്കിലും തൊഴിൽ ലഭിക്കുന്ന എന്ത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് UDFന്റെ MP ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് യുവത്വം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹം. ഈ വിഷയം ഒന്ന് എടുത്തു പോകാൻ 3 പേരിലേക്കും. മണ്ഡലത്തിൻ്റെ വികസനം, നിങ്ങളുടെ നിലവിലെ സിറ്റിംഗ് MPയുടെ പ്രവർത്തനത്തിലുള്ള യോജിപ്പും വിയോജിപ്പും മതിപ്പും അവമതിപ്പും നിങ്ങൾക്ക് അവതരിപ്പിക്കാം. സ്വന്തം നാടിൻ്റെ വികസനം എങ്ങനെയെന്നുള്ളത്. അപ്പുറത്തും മൈക്കുണ്ട്, ആർക്കും സംസാരിക്കും പ്ലീസ്, വേഗത്തിൽ വേണം. ഇപ്പോൾ കാസർഗോഡ് മണ്ഡലം സ്ഥായിയായല്ല എന്ന് പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. ഇപ്പോൾ ഇന്ത്യ രാജ്യം മുഴുവൻ തോറ്റപ്പോൾ 77 കേരളത്തിലെ 20 സീറ്റും അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണിക്കായിരുന്നു. ആ ഒരു ട്രെൻഡ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഹതാപ തരംഗത്തിൽ വന്നു. തെറ്റിദ്ധാരണ തുടർന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ വേണ്ടി പോകുന്നു. അയാൾ വയനാട്ടിൽ മത്സരിച്ചാൽ കേരളത്തിലാണ് ഒരു പ്രധാനമന്ത്രി കിട്ടാൻ വേണ്ടി പോകുന്നത് എന്ന വ്യാമോഹത്തിൽ കേരളത്തിലെ ജനങ്ങൾ പെട്ടുപോയി. അതിനി കാസർഗോഡ് ജില്ലയിൽ ആവർത്തിക്കില്ല, കേരളത്തിൽ ആവർത്തിക്കില്ല എന്ന് ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഓക്കെ, ഒരു രാഷ്ട്രീയ ചോദ്യമാണ് BJP പ്രതിനിധിയോടാണ്. എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഏറെ സവിശേഷതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ PC ജോർജ്. അദ്ദേഹത്തിന് നിങ്ങൾ പത്തനംതിട്ട സീറ്റ് മോഹം നൽകി അദ്ദേഹത്തെ നിങ്ങൾ BJPയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തിന് ആ സീറ്റ് നിങ്ങൾ കൊടുത്തിട്ടില്ല.
അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു BJPക്ക് കേരളത്തിൽ BJPയുടെ വിജയത്തിന്, തെരഞ്ഞെടുപ്പ് വിജയത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നത് ബാധിക്കുമെന്ന് പറയുകയുണ്ടായി. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ പ്രധാനമന്ത്രി, ബഹുമാന്യനായ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഇവിടെ കേരളത്തിൽ BJP 10 സീറ്റിൽ കുറയും, അതായത് 2 അക്ക നമ്പറിൽ കുറയാത്ത സീറ്റുകൾ വിജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PC ജോർജ് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ആ 10 സീറ്റ്, മിനിമം 10 സീറ്റും കിട്ടണമല്ലോ, ആ 10 സീറ്റിൽ കുറഞ്ഞ 8ഓ 9ഓ ആകുമോ? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. മനു, PC ജോർജിനോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത സങ്കടവും ആരാധനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ മറുപടി, അതിനുശേഷം ചില കമന്റുകൾ എടുക്കുന്നത് നിങ്ങൾ. BJPയുടെ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിക്കുന്നത് BJPയുടെ സംവിധാനമനുസരിച്ച് ഏറ്റവും വിജയസാധ്യതയും കൂടുതൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന പല ഘടകങ്ങളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ പത്തനംതിട്ടയിൽ PC ജോർജിനേക്കാൾ നല്ലത് അനിൽ ആന്റണിയാണ്. AK ആന്റണിയുടെ മകനാണ്. തീരുമാനം അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുണ്ടാവുക. PC ജോർജ് BJPയുടെ അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. അല്ല, PC ജോർജ് അതിന് ശേഷം അംഗീകരിക്കുകയൊക്കെ ചെയ്തു. അത് നിവൃത്തിയോടെ അംഗീകരിക്കുകയും ചെയ്തു. PC ജോർജ് BJPയുടെ ചിലത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചൊക്കെ നിൽക്കേണ്ടി വരും എന്നൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പിന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ നമുക്കറിയാം. അദ്ദേഹം BJPയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം കിട്ടും പോലെ കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി തീർച്ചയായും ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ BJPയുടെ ഭാഗമാണ്, ഇപ്പോൾ മുന്നണിയുടെ ഭാഗമല്ല, BJPയുടെ ഭാഗമാണ്. കാസർഗോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടോ? 5 വർഷത്തെ MPയുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഈ കാസർഗോഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പദ്ധതിയായിരുന്നു P കരുണാകരൻ MP ആയിരുന്ന ഘട്ടത്തിൽ കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത. അത് ആ സമയത്ത് ഏകദേശം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് വന്നപ്പോഴാണ് കർണാടകത്തിൽ നിന്നും അതിനൊരു പോസിറ്റീവായൊരു സമീപനം ഇല്ലാതിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ അവിടുത്തെ ഭരണം മാറി വന്നു. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇവിടെ കാസർഗോഡിൻ്റെ MPയും ആ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ്. അതിനുശേഷം ഈ കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടലും ഇവിടുത്തെ MPയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ കാസർഗോഡ് പാസ്പോർട്ട് ഓഫീസ്, ഒരു സബ് പാസ്പോർട്ട് ഓഫീസ് കാസർഗോഡ് കൊണ്ടുവരുന്നതിൽ നിരന്തരമായ ഇടപെടൽ നടത്തിയതാണ് P കരുണാകരൻ MP. ആ പാസ്പോർട്ട് ഓഫീസും ഈ നിലയിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇവിടുത്തെ MPക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഇപ്പോൾ MP എന്താ ചെയ്യുന്നത്? സാധാരണ നമ്മുടെ നാട്ടിൽ ഈ ആർക്കും കുട്ടി പറഞ്ഞാൽ അതിൻ്റെ തന്ത ഞാനാണ് എന്ന് പറയുന്ന ഒരു സമീപനമുണ്ട്. അതാണ് ഇവിടുത്തെ MP ചെയ്യുന്നത്. മലയോര ഹൈവേ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നാൽ അതിൻ്റെ ആൾ ഞാനാണ് എന്നാണ് ഇവിടുത്തെ MP പറഞ്ഞു വെക്കുന്നത്. ഇവിടെ കിഫ്ബി പദ്ധതി വഴി റെയിൽവേ മേൽപ്പാലം വന്നാൽ അതും ഞാൻ കൊണ്ടുവന്നതാണ് എന്നാണ് ഇവിടുത്തെ MP പറഞ്ഞു വെക്കുന്നത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് വികസനം? എൻഡോസൾഫാൻ വേദികളിൽ പോയി ഘോരഘോരം പ്രസംഗിക്കുന്നല്ലാതെ 1 രൂപ ഈ എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി MP പാർലമെന്റിൽ പോയി വാങ്ങിയിട്ടുണ്ടോ? ശരി, ഈ വിഷയത്തിൽ അദ്ദേഹം എഴുന്നേറ്റത് കൊണ്ടാണ്. അദ്ദേഹത്തിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവരുടെ മറുപടിയിലേക്ക് പോകാം. കാസർഗോഡ് MPയെ കുറിച്ച് ഇവിടെ ചോദിച്ചു. അതിന് മുമ്പ് 5 വർഷം മുമ്പ് ഇവിടെ MP ഉണ്ടായിരുന്നു സഖാബ് കരുണാകരൻ. അന്ന് കരുണാകരനെ കാണണമെങ്കിൽ നമ്മൾ വെളിച്ചം തെളിച്ച് പരുതേണ്ട ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് കാസർഗോഡിൻ്റെ നാനാദിക്കുകളിലും ദേശീയ പാതയോരത്തും അതോടൊപ്പം തന്നെ സംസ്ഥാന പാതയോരത്തൊക്കെ ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ MPയെ കാണാം. ആ MP നമുക്ക് വെളിച്ചം പകരുകയാണ്. ആ MP നിഖില മേഖലകളിലും ഇടപെടുകയാണ്. നമ്മുടെ അടിസ്ഥാന വികസന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ഇപ്പോൾ പിറകിൽ നിന്ന് ചോദിച്ചു കണിയൂർ റെയിൽവേ പാത, ആ റെയിൽവേ പാതയിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് എല്ലാ മേഖലകളിലും ഇടപെട്ടിട്ടുണ്ട്. വെളിച്ചം പകരുന്ന MP-യാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. MP 5 വർഷക്കാലം ഒന്നും ചെയ്തില്ല എന്ന് അക്കമിട്ട് നിരത്തുന്നത് നമ്മളിവിടെ കണ്ടു. നിങ്ങളുടെ മറുപടികളിലേക്ക് ആദ്യം UDF. ഒരു MPയെ സംബന്ധിച്ച് ഇതാണോ വിഷയം? ഒരു MPയെ സംബന്ധിച്ച് 4 കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. ഒന്ന്, പാർലമെൻറ്റിലെ പെർഫോമൻസ്. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് 86% ഹാജരുണ്ട്, 52 ഡിബേറ്റുണ്ട്, 208 ചോദ്യങ്ങളുണ്ട്. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷക്കാരുടെ തന്നെ പരാതി അദ്ദേഹത്തെ തടഞ്ഞിട്ട് ഞങ്ങൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല എന്നാണ്. മൂന്നാമത്തത്, അദ്ദേഹത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾക്ക് സമീപിക്കാൻ കഴിയുന്നൊരു സാധ്യത അത് നേരത്തെ MPക്ക് ഉണ്ടായിരുന്നില്ല. ഒരു പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായത്തിനു വേണ്ടി പോലും പാർട്ടിയുടെ കത്തുമായി പോയാൽ മാത്രമേ സമീപിക്കാവൂ എന്നിടത്ത് നിന്ന് ആരുടെയും കത്തില്ലാതെ സമീപിക്കാവുന്നൊരു MP-ആയി രാജ്മോഹൻ ഉണ്ണിത്താൻ മാറി എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രത്യേകത. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങളെക്കുറിച്ച് പറഞ്ഞു. 2.5 കോടി ചികിത്സാ സഹായം, MP ഫണ്ട് 19.5 കോടി ചെലവഴിച്ചു, റോഡ് 113 കോടി 43 ലക്ഷം, പാലം 20 കോടി, മേൽപ്പാലങ്ങൾ 247 കോടി, 35 BSNL ടവർ 1 കോടി,
4G സാറ്റുറേഷൻ ടവർ 450, 9 കോടി. അതുപോലെ നിരവധി വണ്ടി സ്റ്റോപ്പുകൾ പുതിയ അമൃത് പദ്ധതി ആയിട്ടില്ല. നേരത്തെ കാറ്റാടി കുമാരൻ എന്ന് പറയുന്ന പ്രമുഖനായ ഒരു നേതാവ് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞത് രാഹുൽ വരുമെന്ന വ്യാമോഹമാണ്, അല്ലെങ്കിൽ UPA വരുമെന്ന വ്യാമോഹമാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യം, ഇന്ന് ഇന്ത്യയാണ് അന്ന് UPA വരുമെന്ന വ്യാമോഹമാണ് കേരളം ജയിക്കാൻ കാരണം. ആ സാഹചര്യം ഇപ്പോഴില്ല എന്ന് പറഞ്ഞതിനർത്ഥം മുസ്തഫ പറഞ്ഞതുപോലെ ഏതർത്ഥത്തിലും കോൺഗ്രസിനെ കൂടി ഒന്നിച്ചു നിർത്തി BJPയെ തോൽപ്പിക്കണം എന്ന ആഗ്രഹം CITUവിന്റെ നേതാവായ കാറ്റാടി കുമാറിനെ പോലുള്ളവർ ഉപേക്ഷിച്ചു കളഞ്ഞോ എന്നാണ് എനിക്ക് തിരിച്ചദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. തൊഴിലിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, 3 തവണ MP ആയ P കരുണാകരൻ എന്ത് തൊഴിലാണ് കൊണ്ടുവന്നത്? ഇവിടെ എൻഡോസൾഫാൻകാർക്ക് വേണ്ടി നബാർഡിൻ്റെ പേരിൽ കരിന്തളം എൻഡോസൾഫാൻ ലിസ്റ്റിൽപ്പെട്ട പഞ്ചായത്തല്ല, പാർട്ടി ഗ്രാമമായതുകൊണ്ട് അവിടെ ഒരു പാലിയേറ്റീവ് സെൻട്രലിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ഇന്ന് പാലിയേറ്റീവ് സെന്ററിന്റെ അവസ്ഥ എന്താണ്? കൊടുത്തിരിക്കുന്നു, പാലിയേറ്റീവ് സെന്റർ പ്രവർത്തിക്കുന്നില്ല. MP യെ കുറിച്ച് ശ്രീ ബഷീർ വള്ളിക്കൂത്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഓടിപ്പോകും. കാരണം അദ്ദേഹത്തിന് തന്നെ ബോധ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബോധം കെട്ടു. അദ്ദേഹം ഇറക്കിയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഇറക്കിയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇറക്കിയ പോസ്റ്റാണ് MP ഫണ്ടിന്റെ വിനിയോഗത്തെ കുറിച്ച്. അതാണല്ലോ MP-യുടെ ആദ്യത്തെ പ്രവർത്തനം. അദ്ദേഹം പറയുന്നത് 5 വർഷം കൊണ്ട് ആകെ കിട്ടിയ MP ഫണ്ട് 17 കോടി രൂപ. മുൻ MP-യുടെ സ്പിൽ ഓവറിൽ കിട്ടിയത് 2.5, അങ്ങനെ 19.5 കോടി രൂപ കിട്ടി. ചെലവഴിച്ചത് 11 കോടി രൂപ. 11 കോടി രൂപ ചെലവഴിച്ചത്. ഇനിയോ ചെലവഴിക്കാനുള്ളത് 8.5 കോടി രൂപ. നിങ്ങൾ നോക്ക്, 19.5 കോടി രൂപ കിട്ടിയിട്ട് ഇനിയും 8.5 കോടി രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. പഴയ MP-ക്ക് കരുണാകരന്റെ കാലത്ത് കൊടുത്ത പദ്ധതികളിൽ 2.5 കോടിയെ ചെലവഴിക്കാതിരുന്നിട്ടുള്ളൂ. അതാണ് ഇവർക്ക് കൂട്ടിയിട്ട് 19.5 കോടി ആക്കിയത്. ഇപ്പോൾ 5 വർഷം കിട്ടി, 19.5 കോടി കിട്ടി. അതിൽ 8.5 കോടിയും ചെലവഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നതല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ ഫോട്ടോ വെച്ചിട്ട് ഇറക്കിയ പോസ്റ്ററിലുള്ളതാ. അദ്ദേഹം ഇറക്കിയിട്ടുള്ളതാണ്. മാർച്ച് 31-നകം ചെലവഴിക്കാൻ കഴിയില്ല. മാർച്ച് 31-നകം ചെലവഴിക്കാൻ കഴിയില്ല. മാർച്ച് 1-ാം വാരത്തിലോ മാർച്ച് 2-ാം വാരത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നാൽ പെരുമാറ്റച്ചട്ടം വന്നു. പിന്നെ ഒരു ഉറുപ്പിക ചെലവഴിക്കാൻ കഴിയില്ല. പിന്നെ എപ്പോ ചെലവഴിക്കാൻ കഴിയുന്ന പറഞ്ഞത്? 2 ഡിബേറ്റിന്റെ കാര്യത്തിൽ കേരളത്തിലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സഹപ്രവർത്തകരായ മറ്റ് MP-മാർ പാർലമെന്റിൽ ഡിബേറ്റിൽ പങ്കെടുത്തതിന്റെ സംസ്ഥാന ശരാശരി 76%. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശതമാനം 49.5 ചോദ്യങ്ങൾ ഉന്നയിച്ചത്. P കരുണാകരൻ 5 വർഷം കൊണ്ട് 375 ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പാർലമെന്റിൽ 210 ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ണിത്താൻ്റെത്. 8 സ്വകാര്യ ബില്ലുകൾ, പ്രൈവറ്റ് ബില്ലുകൾ P കരുണാകരൻ അനുവദിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രൈവറ്റ് ബില്ലിന്റെ കാര്യത്തിൽ വട്ടപൂജ്യമാണ്. ഇതൊക്കെ ലോക്സഭയുടെ സൈറ്റിലുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഈ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള വ്യാജ പ്രസ്താവനകളോ കള്ളക്കണക്കുകളോ അല്ല. MP ഫണ്ടിന്റെ ചെലവ് കാസർകോട്ടെ പ്ലാനിംഗ് ഓഫീസിൽ നിങ്ങൾക്ക് ലഭിക്കും. പാർലമെന്റിലെ പെർഫോമൻസിന്റെ കണക്ക് ലോക്സഭയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നൽകും. അങ്ങനെ തീർത്തും പരാജയപ്പെട്ട ഒരാളായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മനുലാൽ. അതായത് കാസർഗോഡിന്റെ വികസനം, അതിലെ നിലവിലെ MP-യുടെ പ്രവർത്തനം, BJP-യുടെ വാദം എന്താണ്? നിങ്ങൾക്ക് 3 പേർക്ക് ഒരു അവസരം തരണം. ബഷീർ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അവസരം കഴിഞ്ഞ് അത് കേൾക്കാൻ താങ്കളും തയ്യാറായേ പറ്റൂ. മനുലാലിന്റെ അവസരമാണ്. അത് കഴിഞ്ഞ് തരാം. മനുലാൽ പ്ലീസ് ബഷീർ പ്ലീസ്. ഇവർ മുന്നോട്ട് വെക്കുന്ന കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വികസനം എന്ന് പറയുന്നത് എല്ലാ MP-മാരും ചെയ്ത ചില പ്രവർത്തികളിൽ ചിലത് മാത്രമാണ്. ഒരു MP എന്നുള്ള രീതിയിൽ കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി എന്തു ചെയ്തു എന്നാണ് ഇവർ പറയേണ്ടത്. നാഷണൽ ഹൈവേക്ക് ഫണ്ട് മാറ്റിവെച്ചൊക്കെ പറഞ്ഞു. നാഷണൽ ഹൈവേ നമ്മുടെ തലപ്പാടിൽ നിന്ന് തുടങ്ങി കല്യാശ്ശേരിയിൽ അവസാനിക്കുന്ന സാധനമല്ല. ഇത് രാജ്യം മുഴുവൻ നീണ്ടു കേൾക്കുന്ന സാധനമാണ്. അതേപോലെ തന്നെ ഞാൻ പറയാം,
നിങ്ങളുടെ അവകാശവാദത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ചർച്ചയിലല്ല, പൊതുവെ UDF നേതാക്കന്മാർ പറയുന്ന MP പറയുന്ന നേട്ടസൂചി അല്ലല്ല, നിങ്ങൾ ഉന്നയിക്കുന്ന അവകാശവാദത്തെ കുറിച്ചാണ് പറയുന്നത്. എട്ടുകാലി മമ്മൂഞ്ഞിയെ പോലെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പല പദ്ധതികളും നിങ്ങൾ നിങ്ങളുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനം, ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചത്, ഇതൊക്കെ ഈ MP-യുടെ കഴിവുണ്ടാ? ഇത് ഭാരതം മൊത്തം നടക്കുന്ന, ഈ രാജ്യം മൊത്തം നടക്കുന്ന വികസനത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ രാജ്യം ഈ MP എന്താ ചെയ്തത്? ഈ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടി എന്താ ചെയ്തത്? UDF-ന്റെ പ്രതിനിധിയോട് ചോദ്യം. നിങ്ങളിപ്പോ പറഞ്ഞു BJP-യെ പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി അശോക് ചൗഹാൻ ഉൾപ്പെടെ 32 ആളാണ് കോൺഗ്രസ് വിട്ട് BJP-യിൽ പോയത്. കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ഹിമാചൽ പ്രദേശിൽ. ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവിനുൾപ്പെടെ കോൺഗ്രസിൻ്റെ MLA-മാർ വോട്ട് മറച്ചുകൊണ്ട് BJP-യോട് പരാജയപ്പെടുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആ കേരളത്തിൽ അവസാനം വന്ന വാർത്ത പത്മജ വേണുഗോപാൽ, K മുരളീധരൻ്റെ സഹോദരി BJP-യിലേക്ക് പോകലായി എന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെന്താണ് നിങ്ങളുടെ മറുപടി? പിന്നെ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. MP-യുടെ വികസന പ്രവർത്തനം പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ കുറേ ചാനലിൻ്റെ ചർച്ച നടത്തി MP-യുടെ വികസന പ്രവർത്തനം. നിങ്ങളെല്ലാവരും UDF-ന്റെ പ്രതിനിധികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐമാസ് ലൈറ്റ്, പിന്നെ ഒന്ന് ലാപ്ടോപ്പ്, 150 ലാപ്ടോപ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിതരണം ചെയ്തു എന്ന്. കോവിഡ് കാലത്ത് DYFI എന്ന യുവജന പ്രസ്ഥാനം 1000കണക്കിന് ലാപ്ടോപ്പുകൾ കൊടുത്തിന്. അതറിയോ? ഒരു ലാപ്ടോപ്പും ഐമാസ് ലൈറ്റും അല്ല വികസന പ്രവർത്തനം. കരുണാകരൻ MP എൻഡോസൾഫാൻ ഇരകൾക്ക് നൽകി. ഇപ്പൊ ബഷീർ പറഞ്ഞില്ലേ, UDF-ന്റെ പ്രതിനിധി പറഞ്ഞില്ലേ, എന്താ നബാർഡ് പദ്ധതിയിൽ എൻഡോസൾഫാൻ ഇരകൾക്ക് ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുത്തു. ഇതുപോലെ പറയാൻ ഉണ്ണിത്താൻ ഒരു ആനുകൂല്യം വാങ്ങിക്കൊടുത്തു എന്ന് പറയാനുള്ള തൻ്റെ കളവല്ല കേട്ടാ. ലീഗ് പറയുന്ന കളവല്ല. രാമക്ഷേത്ര നിർമ്മാണം നടക്കുമ്പോൾ മതേതരം രാമക്ഷേത്രം ആര് പറഞ്ഞേ? പാണക്കാട് തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അപ്പുറം പോയിട്ട് BJP-യുടെ കൂടുതൽ കോൺഗ്രസിന് പിന്തുണ. എന്തൊരു കഷ്ടം! ഇതെല്ലാം പോസ്റ്റ് ഉണ്ടാക്കുന്നത് ബഹുമാനരായ PP മുസ്തഫാനെ പറയാനുള്ളത്, ഈ പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് കാണിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് 100,000 പോസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾക്കും പറ്റും. ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടി ഇല്ല. 2, ഈ ഉണ്ണിത്താൻ പോസ്റ്റ് ഉണ്ടാക്കിയത് ആരെന്ന് എല്ലാവർക്കും അറിയാം. ഇത് കൃത്യമായ കണക്കുകളാണ്. നിങ്ങളത് പിന്നെ ഔദ്യോഗികമായി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, എവിടെ പോയാലും പറയുന്ന ഒരു കാര്യം, കോൺഗ്രസിലെ കുറെ ആൾക്കാർ BJP ചേർന്നു. ഇത് എവിടെ പോയാലും കാണുന്ന കാര്യമാണ്. കോൺഗ്രസിന്റെ കുറെ ആൾക്കാർ BJP ചേർന്നു എന്നുള്ള കാര്യം എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞങ്ങൾ പറയുന്നത് ഇത് രഹസ്യമായി BJPക്ക് വിടുവേല ചെയ്യുന്ന അത്രയൊന്നും അല്ല. ഇത് പരസ്യമായി ചേർന്നതല്ല. ഇവിടെ രഹസ്യമായി BJPക്ക് UDF-ന്റെ പ്രതിനിധിയോടാണ് ബഷീർ. അതായത് അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP. കണ്ണൂരിൽ മത്സരിക്കുന്ന രഘുനാഥ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച UDF സ്ഥാനാർത്ഥി. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ആ ശൈലി BJP ഇവിടേക്ക് കൊണ്ടുവരുന്നു. കോൺഗ്രസ് നേതാക്കളെ BJP-യിലേക്ക് ആകർഷിക്കുന്നു. സ്ഥാനാർത്ഥിത്വം കൊടുത്ത് ലീഗ് യോജിക്കുന്നുണ്ടോ? പ്രേമചന്ദ്രന്റെ മോദി വിരുന്ന്, മോദി സ്തുതി മുസ്ലിം ലീഗ് അനുകൂലിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സാമ്രാജ്യത്വ സയനിസ്റ്റ് പങ്കാളിയായ BJP-യിലേക്ക് ആര് പോകുന്നതും ദുഃഖകരമാണ് എന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് വേദന അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകർക്കുള്ളത്, മുസ്ലിം ലീഗിനുള്ളത്, ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അബ്ദുൽ സലാം പറയാം. മലപ്പുറത്തെ മുസ്ലിം സ്ഥാനാർത്ഥി ആരാണ് എന്നാണ് ചോദ്യം. പറയട്ടെ, അല്ല മറുപടി പറയാം. UDF ഭരണകാലത്ത് VC ആയിരുന്ന ആളാണോ? അതാണ് തർക്കത്തിന്റെ കാരണം. ഇന്ത്യ രാജ്യത്തെ VC ആക്കുന്നത് CPM-കാരെ പോലെ അവരുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെയും ബന്ധുക്കളെ അല്ല, അവരുടെ അക്കാദമിക് കരിയർ നോക്കിയിട്ടാണ്. അതുകൊണ്ട് അയാൾ പിന്നീട് RSS ആയി എന്നത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഇവിടെ പ്രശ്നമല്ലേ? നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ, ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒപ്പം സഹയാത്രികരായി വരുന്ന ആളുകൾ, കോൺഗ്രസുകാർ ഒക്കെ BJP-യിലേക്ക് നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പറയുന്നത് ഉചിതമാണോ? രാഷ്ട്രീയമാണോ? കേരളത്തിലെ വൈസ് ചാൻസലർമാരായി നിയമിച്ച ഒരാളും ലീഗ് അനുഭാവമുള്ളവരായിരുന്നില്ല.
പാർട്ടിയിൽ നിന്ന് തന്നെ ഹമീദ് എന്ന് പറഞ്ഞ ഒരു സ്കൂൾ മാഷെ CH കൊണ്ടുപോയി. ന്റെ അത് ഗവർണർ CH ന്റെ കാര്യമാണ് അബ്ദുൽ സലാമിനെ CH ന്റെ കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം പറയുന്നത്. CH ന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അപ്പോ ആദ്യം ആ സമയത്ത് VC ആക്കാൻ കൊണ്ടുപോയി കൊടുത്തത് നാലാം അല്ല, ഇവിടെ ക്ലാസ് ചോദിച്ച പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് ചോദിച്ച ഗവർണർ ചോദ്യങ്ങൾക്ക് ഉത്തരം ആണ്. പറഞ്ഞില്ല. അങ്ങനെയാണ് BJP അബ്ദുൽ സലാമിനെ കൊണ്ടുവരേണ്ടി വന്നത്. BJP-യിലേക്ക് പോയ കാര്യങ്ങൾ അബ്ദുൽ പറയട്ടെ. സലാം ലീഗല്ല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളും ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 23 ഇപ്പോഴല്ല, ഇപ്പോഴ ചരിത്രം പറയുന്ന കേൾക്കൂ, ഒരു ഘട്ടത്തിൽ 23 സംസ്ഥാനങ്ങളും ഭരിച്ച കോൺഗ്രസ് പാർട്ടി, അതൊക്കെ പഴയ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി, ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോയവർ തന്നെയാണ് എല്ലാ പാർട്ടികളിലും ഉള്ളത്. അതുകൊണ്ട് BJP-യിൽ പോയവരും കോൺഗ്രസിൽ നിന്ന് പോയവർ കൂടുതൽ ഉണ്ടാകും. BJP-യിലേക്ക് പോയ ഇതര പാർട്ടികൾ എന്നതിനെ പൊതുവൽക്കരിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിയുമോ? കോൺഗ്രസ് മാത്രമല്ല എന്ന് പറയുന്ന വാദത്തോട് CPM യോജിക്കുന്നുണ്ടോ? ആ പോയിന്റിൽ ഇപ്പൊ CPM ഉണ്ടോ? ത്രിപുരയിൽ ഇപ്പൊ CPM ഉണ്ടോ? അവിടെയൊക്കെ BJP-യിൽ പോയി തീർന്നു. ആ രാഷ്ട്രീയ പോയിന്റിൽ അതന്നെയാണ് ബഷീറെ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് ബംഗാളിലും ത്രിപുരയിലും CPM ഉണ്ടോ? ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പൊ എവിടെയുണ്ട്? രാജ്യം മുഴുവൻ ഒറ്റയ്ക്ക് ഭരിച്ച പാർട്ടി, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒറ്റയ്ക്ക് ഭരിച്ച പാർട്ടി നിങ്ങൾ എവിടെയുണ്ട് ഇപ്പോ? ആ കോൺഗ്രസിനെയാണോ? എന്നിട്ട് ഒരു ബംഗാൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇനി ബംഗാളിൽ തന്നെ എങ്ങനെയാ? ബംഗാളിൽ CPM ഭരിക്കുന്ന കാലത്ത് BJP ഉണ്ടായിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് വന്നതിന് ശേഷമാണ് ബംഗാളിൽ BJP ഉണ്ടായത്. തൃണമൂൽ കോൺഗ്രസ് വന്നതിന് ശേഷമാണ് ബംഗാളിൽ BJP ഉണ്ടായത്. രണ്ടുപേരോട് ചോദ്യങ്ങൾ വരുന്നു. എന്റെ ചോദ്യം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട BJP പ്രതിനിധിയോടാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യത്തിലേക്ക് വരണം. നേരത്തെ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് വരുമെന്ന്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു പ്രതിഷേധ സംഗമമായിരുന്നു കർഷക സമരം. ഇന്ത്യൻ്റെ ചരിത്രത്തിൽ ഇതുവരെക്കും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമരമായിരുന്നു. പാവപ്പെട്ടവർ കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര തൊഴിൽ മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയും, അതെ അത് ഞാൻ ചോദ്യം തന്നെ ചോദിക്കുന്നത്, അപ്പം തീർച്ചയായിട്ടും അവർ കൊടുത്ത നിവേദനത്തിന് ഒരു പുല്ലുവില പോലും കേന്ദ്ര തൊഴിൽ മന്ത്രി കൽപ്പിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർഷം നീണ്ടുനിന്ന വെയിലും മഴയും കൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചത്. ആ പ്രതിഷേധത്തിൽ നമുക്ക് കണ്ടാൽ വരും ഒരു മന്ത്രിയുടെ മകൻ്റെ കാറിടിച്ച് പോലും കർഷക തൊഴിലാളികൾ മരണപ്പെട്ട വിവരം നമ്മളെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് എഴുതി തുന്നിച്ചേർക്കാനുള്ളതാണ്. എന്നിട്ട് പറയുന്നു വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന്. ഒരു കാരണവശാലും ഈ രാജ്യത്ത് വർഗീയവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ BJP ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ചരിത്രത്തിൽ കർഷകരെ ഇതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തുണ്ടായിട്ടില്ല. ഞാൻ പറയട്ടെ, കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത് ഈ സർക്കാരാണ്. കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സർക്കാർ ഇതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നത്, സോയിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നത് ഈ സർക്കാരാണ്. കാർഷിക മേഖലയ്ക്ക് ഇത്രമാത്രം താങ്ങ് പ്രഖ്യാപിച്ചത് ഈ സർക്കാരാണ്. റെയിൽവേയുടെ വികസനത്തെ പറ്റി ഇപ്പോൾ പറഞ്ഞല്ലോ. നമ്മുടെ ഈ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാഞ്ഞങ്ങാടിൻ്റെ തീരദേശത്തു നിന്നും തെക്ക് ഭാഗത്തു നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു റോഡ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായി. ആ റോഡിലേക്ക് റെയിൽവേ അധികൃതർ ഇരുമ്പ് കമ്പി നാട്ടിവെച്ച് തടഞ്ഞ സമയത്ത് ഈ വിഷയം നമ്മുടെ MP-യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. MP സ്ഥലം വന്ന് സന്ദർശിക്കുകയാണ്. എന്നിട്ടും ഈ 5 വർഷം കഴിഞ്ഞിട്ടും ആ ഇരുമ്പ് കമ്പി അവിടുന്ന് മാറ്റി ആ റോഡ് ഒരു യാത്രാ സൗകര്യപൂർണ്ണം ആവുന്ന രീതിയിൽ മാറ്റിയെടുത്ത് തരാൻ വേണ്ടിയിട്ട് റെയിൽവേയുടെ പാർലമെന്റ് സബ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള റെയിൽവേയുടെ സബ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള നമ്മുടെ MP-ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് റെയിൽവേയുടെ പൊതുനിലപാടാണ്. P. കരുണാകരൻ MP ആയിരുന്ന സമയത്ത് P. കരുണാകരൻ MP-യും E. ചന്ദ്രശേഖരൻ്റെ MLA-യും ഞങ്ങൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണാധികാരികളും മുനിസിപ്പൽ ഭരണാധികാരികളും അത് പോയി കണ്ട് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയതാണ്. അന്നും നടന്നിട്ടില്ല, ഇന്നും നടന്നിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പോയിനവിടെ ഞാൻ അന്ന് പോയിരുന്നു. കരുണാകരൻ MP-യോടൊപ്പം MLA-യോടൊപ്പം ഞാൻ പോയിരുന്നു. ചോദ്യം VPP മുസ്തഫാനോടാണ്. ഞാൻ ഇവിടുത്തെ ഒരു പാലിയേറ്റീവ് വളണ്ടിയറാണ്, ഒരു ഹെൽത്ത് വളണ്ടിയറാണ് ജില്ലയിലെ.
ഓക്കെ, ആരോഗ്യരംഗത്ത് CPM ഇടതുപക്ഷ ഗവൺമെൻറ് ഈ ജില്ലയിൽ കൊണ്ടുവന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? ഒരു മെഡിക്കൽ കോളേജ് അവിടെ ജീവച്ഛവമായിട്ട് കിടക്കുകയാണ്. നിലവിൽ ജില്ലയിലുള്ള ഒരു ആശുപത്രികളിലും ഡോക്ടർമാർ കുറിക്കുന്ന മുഴുവൻ മരുന്നുകളുമില്ല. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കാരുണ്യ മെഡിക്കൽ സെൻറ്ററിൽ കാലിയായ റാക്ക് മാത്രമാണുള്ളത്. ഇങ്ങനെ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടുന്ന ആരോഗ്യ പരിചരണം, വിദ്യാഭ്യാസം, തൊഴിൽ, പാർപ്പിടം, ഈ മേഖലയിൽ ലൈഫ് പദ്ധതിയിൽ കാഞ്ഞങ്ങാട് നഗരസഭേൻ്റെ അകത്ത് ഒരു രൂപ പോലും ഇല്ല. അടിസ്ഥാന വർഗങ്ങൾക്ക് വികസനം എത്തിക്കാതെ എങ്ങനെയാണ് നമ്മൾ ഇടതുപക്ഷത്തിന് വോട്ട് നൽകേണ്ടത്? നിങ്ങൾ നാളെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട മരുന്നിന് ലീസ്റ്റ് കൊടുക്കൊണ്ട ജില്ലാസ്പത്രി ഞാൻ വാങ്ങി തരും. ഇദ്ദേഹം ഒരു കാര്യം ചെയ്യട്ടെ, അടുത്ത ശനിയാഴ്ച ഇതിന്റെ തൊട്ട് ബാക്കിലെ LP സ്കൂളിൽ കേരള സർക്കാരിന്റെ മരുന്ന് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് വാങ്ങിക്കൊടുക്കാം. ഞാനടക്കം വാങ്ങുന്നുണ്ട്. ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. BJP ഭരണത്തിൽ വന്നാൽ കാസർഗോഡ് ജില്ലയ്ക്ക് എയിംസ് തരുമെന്ന് MP പറയുന്നത്. കേരളം തന്നെ എയിംസിന് വേണ്ടി കാത്തിരുന്ന് അതേപോലെ പിന്നെ UDF-നോട് ചോദിക്കാനുള്ളത് UDF വന്നാൽ UDF വിജയിച്ചാൽ ചിലപ്പോൾ ഇന്ത്യ മുന്നണി വന്നാൽ കാസർഗോഡ് ജില്ലയ്ക്ക് എയിംസ് നൽകുമോ? അതേപോലെ സംസ്ഥാന സർക്കാരിനോട് മുസ്തഫ ഖാനോട് ചോദിക്കാനുള്ളത് എയിംസിന്റെ പ്രൊപ്പോസലിൽ ഒരു പേര് എയിംസ് വരണ്ട, കാസർഗോഡ് ജില്ലയുടെ പ്രൊപ്പോസലിൽ പേര് നിങ്ങൾ നൽകുമോ? എയിംസ് ആണ്, അടിമുടി എയിംസ് ആണ്. ആരോഗ്യ മേഖല, സാമൂഹ്യക്ഷേമം, ആരോഗ്യ മേഖല വളരെ ചുരുക്കി ശ്രീ മുസ്തഫ, ശ്രീ ബഷീർ, കേരളത്തിനെ അനുവദിക്കാത്ത എയിംസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എത്ര തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും കണ്ടു. ഇതുവരെ കേരളത്തോടുള്ള രാഷ്ട്രീയ വിവേചനം ഇവിടെ ഇടതുപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് അതൊരു ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് ആ പാർലമെന്റിൽ മിണ്ടിയോ? എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് കാസർഗോഡ് ഉൾപ്പെടുത്തുക 16 UDF-ന്റെ ഭരണകാലത്ത് ഒരു നിമിഷം ഞാൻ ഈ വിഷയം കൺക്ലൂഡ് ചെയ്ത് വരുമ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതിയിൽ വളരെ ശക്തമായ ഒരു വിധി, ഒരു ഉത്തരവ് സംസ്ഥാനത്തിന് അനുകൂലമായി വന്നു. ധനപ്രതിസന്ധി കേരളത്തിന് മേൽ മോദി സർക്കാർ തീർക്കുന്നതിൽ 13,600 കോടി രൂപ വായ്പ എടുക്കാൻ കേരളത്തിന് സുപ്രീം കോടതി അനുമതി നൽകി. കേന്ദ്രത്തിനെതിരായ ശക്തമായ നടപടി. ഇത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാണോ? കേരളത്തിൻ്റെ ഈ പൊതുനിലപാട്, സുപ്രീം കോടതിയിലെ വിധി നേട്ടം, ഉത്തരവ് നേട്ടം UDF-നും BJP-ക്കും കേരളത്തിൽ ക്ഷീണമാകുമോ? LDF എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും. കാരണം എയിംസ്, IIT, റെയിൽവേ വികസനം ഇതെല്ലാം പോലെ കേരളത്തെ അവഗണിക്കുന്ന കൂട്ടത്തിലാണ് സാമ്പത്തിക കാര്യത്തിലും ഭരണഘടനാപരമായും ഫെഡറൽ തത്വങ്ങളെയും എല്ലാം ലംഘിച്ചുകൊണ്ട് മോഡി സർക്കാർ കേരളത്തോട്, പിണറായി സർക്കാരിനോടുള്ള വിവേചനം കാണിക്കുന്നത്. അതിനെതിരായിട്ട് രാഷ്ട്രീയമായും നിയമപരമായുള്ള പോരാട്ടം ഞങ്ങൾ തുടങ്ങി. ആ നിയമപരമായ പോരാട്ടത്തിലെ വലിയ വിജയമാണ് ഈ പറഞ്ഞതിൽ. ഞങ്ങളിങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താ UDF എടുത്ത നിലപാട്? അങ്ങനെ കിട്ടാനേ ഇല്ല, ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസയും കിട്ടാനില്ല എന്ന് പറഞ്ഞവർ. പക്ഷേ ഇന്ന് സുപ്രീം കോടതി പറയുകയാണ് 13,600 കോടി ഈ ആഴ്ച കൊടുക്കാൻ കേന്ദ്രം ഉത്തരവിടണം. എവിടെയാ സുപ്രീം കോടതിയാ ഉത്തരവിടുന്നത്? മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇന്ന് വരെ ഈ വിഷയത്തിൽ കേരളത്തോടുള്ള ധനകാര്യ വിവേചന വിഷയത്തിൽ, സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന വിഷയത്തിൽ ഒരുമിച്ച് സമരം ചെയ്യാൻ വിളിച്ചു. ഡൽഹിയിലേക്ക് ഒരുമിച്ച് സമരം ചെയ്യാൻ വിളിച്ചു. യോഗം കൂടി. VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും വന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ VD സതീശൻ എടുത്ത നിലപാടെന്താ? CPM-ന്റെ കൂടെ സമരമില്ല, ഇതല്ലേ? പക്ഷേ ഇവിടെ ഇപ്പോ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുകയാണ്. ബഷീർ, ഇതിലൊരു പ്രശ്നം. സുപ്രീം കോടതിയിൽ ഞാനൊരു വസ്തുത മാത്രം സൂചിപ്പിക്കുക. അതായത് സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞ നിലപാട് എന്താണ്? ഈ ഹർജി പിൻവലിച്ചാൽ കേരളത്തിന് അവകാശപ്പെട്ട വായ്പ എടുക്കാൻ അനുവദിക്കാം. സുപ്രീം കോടതി ഓടിച്ചു. സുപ്രീം കോടതി പറഞ്ഞു അനുവദിക്കുന്ന പ്രശ്നമില്ല, അതും മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യണമെന്ന് വ്യക്തമായ നിർദ്ദേശം കൊടുക്കുന്നു. ഇതല്ലേ കേരളം പൊതുവായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്? ഇതിനെതിരായിട്ടല്ലേ UDF നിന്നത്? അപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചടിയല്ലേ ഈ വിഷയം? ഇതിന് ഞങ്ങൾക്കൊരു തിരിച്ചടിയുമില്ല. ഞങ്ങൾ കേന്ദ്രം മറുപടി പറയാൻ വിട്. കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന ഏത് അവഗണനക്കും എതിരാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല, ജനങ്ങൾക്ക്
ആനുകൂല്യങ്ങൾ കൊടുക്കാൻ മോദി കാശില്ല. സർക്കാർ അടിസ്ഥാന കാശില്ല. കാരണം നിങ്ങൾ കാശില്ല. കാണുന്നില്ല. കാശില്ലാതാക്കുന്ന ധനപ്രതിസന്ധി സൃഷ്ടിക്കുന്ന മോദി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ UDF തയ്യാറായില്ല. മരപ്പട്ടി മൂത്രമൊഴിക്കുമ്പോൾ സുപ്രീം കോടതി അത് വിധി വരുമ്പോൾ പരിഹരിക്കാൻ അത് വലിയ കാശുണ്ട് എന്ന് തിരിച്ചടിയാകുന്നത് പറയുന്ന അതുകൊണ്ടല്ലേ? ഇടതുപക്ഷത്തിന്റെ സമീപന രീതിയോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. മറ്റൊന്ന് 93.5 കോടി 93,500 കോടി കടമുണ്ടായിരുന്ന സംസ്ഥാനം ഇപ്പൊ 4,35,000 കോടി കടത്തിലെത്തിയിരിക്കുന്നു. വീണ്ടും 16,500 കോടി കടം വാങ്ങാൻ അവസരം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ മുഴുവൻ വീണ്ടും കുത്തുവാളയെടുക്കുന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് അതൊരു ആഘോഷമാക്കേണ്ട കാര്യമല്ല. ഇത് മനസ്സിലാകാത്തവരല്ല സുപ്രീം കോടതി ഫെഡറൽ സംവിധാനത്തിനും ഭരണഘടനയ്ക്കകത്ത് നിന്നൊരു സംസ്ഥാനത്തോട് അങ്ങനെ പെരുമാറരുതെന്ന് കേന്ദ്രത്തോട് പറഞ്ഞാൽ മനുലാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ നാട്ടിലിറങ്ങി വോട്ട് ചോദിക്കുക? കേരളത്തിലെ ജനങ്ങൾക്ക് ധനപ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനും അവരുടെ രാഷ്ട്രീയത്തിനും വീണ്ടും വോട്ട് ചെയ്യണമോ കേരളം? നിങ്ങൾ നേരിടുന്ന പ്രധാന ചോദ്യം അതല്ലേ? 13,600 കോടി രൂപ കൊടുക്കാനില്ല എന്ന് കേന്ദ്രം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ കൊടുക്കാനുള്ള തുക കൊടുക്കുകയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലെ കേസ് പിൻവലിച്ചാൽ സമ്മതിക്കാൻ പറഞ്ഞു. കോടതി ഓടിച്ചു. ഇന്ന് 2 ജഡ്ജിമാർ കണക്കും കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കിട്ടാനുള്ള പണത്തിന്റെ കണക്കുകൾ ഇന്ന് ബാലഗോപാലൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. കേന്ദ്രത്തിനെതിരായ ഹർജി പിൻവലിച്ചാൽ ബോറോയിങ് സിസ്റ്റം അനുവദിക്കാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 2 രൂപ സെസ് ഏർപ്പെടുത്തിയില്ലേ? പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് 2 രൂപ ഗവൺമെന്റ് തോറ്റു. കേന്ദ്ര ഗവൺമെന്റ് തോറ്റു. UDF തോറ്റോ? അത് ശരി. അതെങ്ങനെയാണ്? അതൊരു വിചിത്രമല്ലേ? UDF പറഞ്ഞത് ഈ കടം മുഴുവൻ നിങ്ങൾ വികസനം ഉണ്ടാക്കിയതല്ല, നിങ്ങൾ ദൂർത്തടിച്ചുണ്ടാക്കിയതാണ്. 6,000 കോടി രൂപ കൊടുത്തിട്ട് 6,000 കോടി രൂപയാണ് ഈ ദേശീയപാത. ഒരു കാര്യം വ്യക്തം, ഇടതുപക്ഷത്തിന് സംസ്ഥാനത്തും വാങ്ങിച്ചിട്ടില്ല. ദേശീയപാത വികസനത്തിന് മാത്രമേ 6,000 കോടിയാ കൊടുത്തത്. 6,000 കോടിയാ കൊടുത്തത്. കൂട്ടുകെട്ടിന്റെ ഒരു വ്യക്തമായ പ്രതിഫലനമാണ്. 205 ലക്ഷം കോടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ 205 ലക്ഷം കോടി ഉറുപ്പിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കടം. ഇവിടെ ചെറിയ കടമായതാണ് വലിയ ആഘോഷിക്കുന്നത്. ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ കുറച്ച് കടമുണ്ടാകും. നമ്മൾ വീട് കിട്ടുമ്പോൾ കടമാകുന്നത് പോലെ കേരളത്തിലും വികസനം വരുമ്പോൾ കുറച്ച് കടമുണ്ടാവും. കുമാർജിക്ക് 295 ലക്ഷം കോടിയല്ല, 494 ചില്ലറ ലക്ഷം കോടി നമുക്കിവിടെ കടമുണ്ട്. പിന്നെ ഈ കേന്ദ്രത്തിന് 295 ലക്ഷം. ഇതാണ് കാസർഗോഡിന്റെ രാഷ്ട്രീയ ആവേശം. ഈ രാഷ്ട്രീയ ആവേശത്തിൽ നിന്നുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഈ രാഷ്ട്രീയം കേട്ടുകൊണ്ടാണ് കാസർഗോഡ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അത്ര തികഞ്ഞ ശക്തമായ ആ രാഷ്ട്രീയ ചൂടും ആവേശവും നിലപാടും വ്യത്യസ്ത നിലപാടുകളും ഒക്കെയാണ് നമ്മളിവിടെ കണ്ടത്. പടക്കളം അവസാനിക്കുന്നു. നമസ്കാരം.